ഹായ് ഫ്രണ്ട്സ്, മൈ ഫാം വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ബ്രീഡിങ്, അതായത് ഒരു വെറൈറ്റി ബെർട്ട ബ്രീഡിങ്, നല്ല അടിപൊളി ക്രോസ് ബ്രീഡിങ് ചെയ്യുന്ന പോലെ നല്ലൊരു രണ്ട് പെയറിന് അടിപൊളി ഒരു ബ്രീഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബ്രീഡിങ് അവർ സ്റ്റാർട്ട് ആകാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു മെയിൽ കേട്ടോ. ഇത് കഴിഞ്ഞ ബ്രീഡിങ്ങിന് ഉപയോഗിച്ച ഒരു മെയിൽ തന്നെയാണ്. ഓൾറെഡി ഈ മെയിലിൻ്റെ ഒരു ബ്രീഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സക്സസ്ഫുൾ തന്നെ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ആക്റ്റീവ് ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടൊരു ഫിഷ് തന്നെയാണ്. അതുപോലെ ഇതാണ് ഫീമെയിൽ. ഇതൊരു യെല്ലോ കളറിലുള്ള ഫീമെയിലാണ്. ശരിക്കും ഈ ടാർപ്പായയുടെ അടിയിൽ ഞാൻ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടേക്കൊരു വെളിച്ചത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കളറിൽ കാണുന്നത്. ഇത് ശരിക്കും റെഡ് ടാങ്കിൽ കിടക്കുന്ന ഒരു യെല്ലോ കളറുള്ളൊരു ഫിഷാണ്. പക്ഷേ ഇത് കാണുമ്പോൾ ഒരു ഓറഞ്ച് ടാങ്കിൽ കിടക്കുന്ന ഒരു വൈറ്റ് ഫിഷിനെ പോലെ തോന്നും. ശരിക്കും ഇത് യെല്ലോ കളറാണ്, റെഡ് ടാങ്കിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു വെളിച്ചത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഫീമെയിലിനെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ആദ്യത്തെ ബ്രീഡിങ് ആണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുമ്പ് ചെയ്തിട്ടുണ്ടോ അറിയില്ല. അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് നമ്മുടെ 2 ബ്രീഡിങ് ചെയ്തിട്ടുള്ള റെഡാണിത്. ഈ മെയിലിനെ കൊണ്ട് നമ്മൾ 2 ബ്രീഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മെയിലിൽ നല്ല മെയിൽ തന്നെയാണ്, നല്ല ആക്റ്റീവാണ്, കുട്ടികളെ നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫീമെയിൽ നല്ല വൈറ്റ് ഇയർ ഉള്ള ഫീമെയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ മെയിലിനും നല്ല ഇയർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇയർ ഉള്ള ഫീമെയിലാണ് എടുത്തത്. പിന്നെ വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പക്കാ വൈറ്റാണ്. നമ്മൾ മുമ്പ് ചെയ്ത ഫീമെയിൽ ഇത്ര വൈറ്റ് എന്ന് പറഞ്ഞാലും ഒരു ഇതുപോലത്തെ വൈറ്റ് അല്ല. ഇതൊരു മിൽക്കി വൈറ്റ്, പ്ലാറ്റിനം വൈറ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വൈറ്റാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ മുമ്പ് ഈ ഒരു വൈറ്റ് ഫിഷിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫിഷ് ഉണ്ടോ എന്ന്. പക്ഷേ ഇതെൻ്റെ ആയിരുന്നില്ല. ഞാൻ അന്ന് വീഡിയോ ഇട്ടു. ഞാൻ അക്വേറിയം ഷോപ്പിൽ കണ്ട ഒരു വീഡിയോ എടുത്തിട്ടതാണ്. അപ്പോൾ അതാണ് കുറേ പേര് ചോദിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതിനെ തന്നെ മേടിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളുണ്ടായി കിട്ടുമ്പോൾ നല്ല അടിപൊളി വെറൈറ്റി കുട്ടികൾ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വൈറ്റിനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഇതുപോലെ നല്ല കളർ കോമ്പിനേഷനോട് എടുക്കണം. നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള 2 കളറുകൾ എടുക്കണം. ഒരു ലൈറ്റ് കളർ, ഒരു ഡാർക്ക് കളർ, അല്ലെങ്കിൽ 2 ഡാർക്ക് കളർ, അങ്ങനെയൊക്കെ എടുക്കണം. എന്നാലേ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കിട്ടുള്ളൂ. അതുപോലെ ഒരേപോലെ വരുന്ന കളർ, ഈ റെഡും ഓറഞ്ചും കൂടി ബ്രീഡ് ചെയ്യാനോ റെഡും യെല്ലോയും കൂടി ബ്രീഡ് ചെയ്യാനോ ഒന്നും നിൽക്കരുത്. ബ്ലൂവും ഈ പറഞ്ഞ പോലെ ഈ യെല്ലോയും അങ്ങനെയൊക്കെ, ബ്ലൂ റെഡ് അങ്ങനെ നല്ല നല്ല ഡിഫറൻസ് ഉള്ള കളറുകൾ തമ്മിൽ ക്രോസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുട്ടികളെ കിട്ടുള്ളൂ. ഞാൻ മുമ്പ് ഒരു ബെറ്റ ഫിഷ് ബ്രീഡിങ്ങിൻ്റെ ക്രോസ് ബ്രീഡിങ്ങിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണാം കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. നമ്മൾ ആ റിസൾട്ട് കണ്ടാൽ തന്നെ അറിയാം. ഇങ്ങനെ ക്രോസ് ബ്രീഡിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതുപോലെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതിപ്പോൾ ഒരു ഫിഷ് ബ്രീഡായി കഴിഞ്ഞാലും ഇതിൻ്റെ ബ്രീഡായി കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ബ്രീഡായി എന്നുള്ളൊരു വീഡിയോ ചെയ്യാം. പിന്നെ അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കാണിക്കണമെങ്കിൽ ഒരു 3-4 മാസം കഴിഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഒരു 3-4 മാസം സമയം എടുക്കും കുട്ടികൾക്ക് വലുതായി വരാനായിട്ട്. അപ്പോൾ എന്തായാലും ഒരു 10-80-85 ദിവസമൊക്കെ ആകുമ്പോൾ ബോട്ടിലിങ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഒരു 3 മാസമൊക്കെ ആകുമ്പോഴേക്കും ബോട്ടിലിങ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് കാര്യങ്ങൾ വരെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്രീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടി നോക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരുപാട് ടാങ്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവരുടെ ബ്രീഡിങ് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ക്രോസ് ബ്രീഡിങ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്തായാലും ഒരു 3-4 മാസം കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ഇവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എന്താ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സമയം കഴിയുമ്പോൾ ഇവരെങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം. കാരണം നല്ല അടിപൊളി വെറൈറ്റികൾ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനൊരു ക്രോസ് ബ്രീഡിങ് ചെയ്യുന്നത്. അത്രയും നല്ല വെറൈറ്റികളായിട്ടുള്ള 2 ഫീമെയിൽസിനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ആ 2 ഫീമെയിൽസിനും അത്യാവശ്യം വിലയുണ്ട്. അപ്പോൾ നല്ല വിലയൊക്കെ കൊടുത്ത് അടിപൊളി സാധനങ്ങൾ മേടിച്ചിട്ടുള്ളത് നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയാൽ ഞാനിത് കാണിച്ചു തരാം. അതിന് മുമ്പുള്ള എന്താ പറയുക, ഇതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വീഡിയോ ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരാം.